എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആണ്. ഞാൻ BA ഡിഗ്രിയും അതുപോലെ തന്നെ PGയും MPhilഉം PhDയും ഇക്കണോമിക്സിലാണ് എടുത്തിരിക്കുക. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് PhDയുടെ തീസിസ് എന്ന് പറയുന്നത് ഇക്കണോമിക് അനാലിസിസ് ഓഫ് ട്രൈബൽ ഡെവലപ്മെന്റ് ഇൻ വയനാട് ഡിസ്ട്രിക്ട് ഓഫ് കേരള സ്റ്റേറ്റ് ആണ്. ഈ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ പറയുക Article 46 of Constitution of India. The state shall promote with special care to the education and economic interests of the weaker sections of the people, and in particular of scheduled castes and scheduled tribes, and shall promote them from social injustice and all forms of exploitation. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ 46ാമത്തെ ആർട്ടിക്കിളിന് ബേസ് ചെയ്തിട്ടാണ് ഈ സബ്ജക്ട് എടുത്തിരിക്കുക. നമുക്കറിയാം, വയനാട് പോലെയുള്ള വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ ഈ ജില്ലയില് ഭൂരിഭാഗം ആളുകളും കൃഷിയെയും അതുപോലെ തന്നെ മറ്റ് പ്രകൃതിയോട് ചേർന്നിട്ടുള്ള മറ്റ് അനുബന്ധമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈ വയനാടിന്റെ പ്രത്യേകത നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വളരെ തനതായിട്ടുള്ളൊരു സാംസ്കാരിക പൈതൃകവും അതുപോലെ തന്നെ കലാരൂപങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും തനതായിട്ടുള്ളൊരു ജീവിതഘടനയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഗോത്ര വർഗക്കാര് നമ്മുടെ ഈ വയനാട്ടിൽ ഒത്തിരി അധികമുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് മിത്തുകള്, ഐതിഹ്യങ്ങൾ, പാട്ടുകള്, പഴഞ്ചൊല്ലുകളൊക്കെ ഇങ്ങനെ സമ്പന്നമായിട്ടുള്ള ഒരു ആദിവാസി സാഹിത്യം അവർക്കുണ്ട്. പക്ഷെ നമുക്കറിയാം, ഒരു ആദിവാസി ഭാഷയ്ക്ക് ഒരു പ്രത്യേകിച്ചുള്ള ഒരു ലിപിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുവാനോ അതിന്റെ ആ സമ്പന്നത കാത്തു സൂക്ഷിക്കുവാനോ വേണ്ടത്ര നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇന്നത്തെ വളരെ പ്രത്യേകമായിട്ട് നമുക്കറിയാം, ഈ ഗോത്ര സംസ്കൃതിയെ കുറിച്ച് ഏറെ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ഈ ഗോത്രവർഗക്കാരെ കുറിച്ച് പഠിക്കുക, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്കും ജീവിത ശൈലികളിലേക്കും അതുപോലെ തന്നെ കലാരൂപങ്ങളിലേക്കും സാംസ്കാരിക പൈതൃകങ്ങളിലേക്കും ഉപരിയായി അവരുടെ സാമ്പത്തിക ഘടനയിലേക്കും ഒക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് വളരെ അനുപേക്ഷണീയമാണ് എന്നാണ് കരുതുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേകിച്ച് ഈ PhD തീസിസിൽ തന്നെ ഈ ഗോത്രവർഗക്കാരെ തന്നെ എടുക്കാനുള്ള കാരണമായിട്ട് ഞാൻ കാണുക. വീണ്ടും നമുക്കറിയാം, പറയുന്ന ട്രൈബൽ ഡെവലപ്മെന്റ്, അതാണ് എൻ്റെ സബ്ജക്ട് എന്ന് പറയുക. ട്രൈബൽ ഡെവലപ്മെന്റ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റൂറൽ ഏരിയ അതുപോലെ തന്നെ അർബൻ ഏരിയ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോഴും നമുക്ക് ഈ കമ്മ്യൂണിറ്റീസിൽ ഇപ്പോഴും ട്രഡീഷണൽ വാല്യൂസും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഈ വർഗക്കാരെ നമ്മൾ പ്രത്യേകമായിട്ടും ഗോത്രവർഗക്കാരെന്നാണ് പറയുക. അപ്പൊ ഇവരുടെ പ്രത്യേകതയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ട്രൈബൽ പോപ്പുലേഷൻ നമുക്ക് കാണാൻ സാധിക്കും അറൌണ്ട് 10 crores ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൺട്രിയുടെ പോപ്പുലേഷന്റെ ഏകദേശം ഒരു 8.6% ഈ ഗോത്രവർഗക്കാരാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതില് പ്രധാനമായിട്ടും അവർ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട്, എക്സെപ്റ്റ് പഞ്ചാബ് ആൻഡ് ഹരിയാന ആൻഡ് ഓവറോൾ ദ യൂണിയൻ ടെറിട്ടറീസ് എക്സെപ്റ്റ് ചണ്ഡീഗഡ്, ഡൽഹി, പോണ്ടിച്ചേരി. ഇവിടെ ഒഴികെ ബാക്കി മിക്കവാറും സംസ്ഥാനങ്ങളില് ഗോത്രവർഗക്കാര് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൊത്തം ലോകത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 370 മില്യൺ ട്രൈബൽ പീപ്പിളിനെ കാണാം. അതില് 104 മില്യൺ ട്രൈബ്സും ഇന്ത്യയിൽ തന്നെയാണ് അധിവസിക്കുക എന്നാണ് പറയുക. അതുപോലെ ഇന്ത്യയിലേക്ക് നമുക്ക് നോക്കി ഏകദേശം ഒരു 700 ഡിസ്റ്റിങ്ക്ട് ട്രൈബ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ 8.6% ഈ പറയുന്ന ആദിവാസി സമൂഹം അല്ലെങ്കിൽ ഗോത്രവർഗക്കാരാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വീണ്ടും നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ 14 ജില്ലകളില് വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ ഗോത്രവർഗക്കാരുള്ളത്. അതായത് 18.5% ടോട്ടൽ പോപ്പുലേഷൻ 18.5%ഉം വയനാട്ടിലുള്ളവര് ഗോത്രവർഗക്കാരാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്കി ജില്ലകളിലെ ട്രൈബൽ പോപ്പുലേഷൻ നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കും.
അതുപോലെ തന്നെ നമുക്കറിയാം ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, കേരളത്തിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിൽ പ്രധാനമായിട്ടും വരുന്നത് പണിയ സമൂഹമാണ്. പണിയ സമൂഹം, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരിക കുറിച്യൻ സമൂഹമാണ്. ദെൻ മലയാറിയൻസ്, കുറുമൻസ്, ഇരളാസ്, കാട്ടുനായിക്കാസ് ആൻഡ് അഡിയാസ്. ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു റാങ്കിങ് ആയിട്ട് പറയാൻ പറ്റുക. ഏകദേശം പണിയ ഗോത്രവർഗക്കാര് നമുക്ക് ഒരു 88,450 പേരോളം കാണാനായിട്ട് സാധിക്കും. ഇത് 2011 സെൻസസ് അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. നമുക്കറിയാം ഇപ്പൊ 2021 ആയി, അടുത്ത സെൻസസ് റിപ്പോർട്ട് എടുക്കേണ്ട സമയമായി. അപ്പൊ ഇതിൽ വേരിയേഷൻസ് ഉണ്ടാകാം. പക്ഷെ നമുക്ക് എപ്പോഴും ഒതന്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ബേസ് എന്ന് പറയുക, സോഴ്സ് എന്ന് പറയുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെൻസസ് റിപ്പോർട്ടാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുക. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 36 നോട്ടിഫൈഡ് ആയിട്ടുള്ള 36 ഗോത്രവർഗ്ഗക്കാർ, ട്രൈബ്സിനെ നമുക്ക് കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുക. അതുപോലെ തന്നെ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മജോറിറ്റിയും ഒരു 12, ഏകദേശം ഒരു 12 കാറ്റഗറി ഒരു മേജർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗോത്രവർഗ്ഗക്കാര്. അതില് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ പണിയ സമൂഹം 43.63 43.63% ആണ് പണിയ സമൂഹത്തിലുള്ള ഗോത്രവർഗ്ഗക്കാർ നമുക്കുള്ളത്. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറിച്യ കാറ്റഗറിയിൽ വരുന്നത് 16.57 ആണ്. അപ്പോൾ അതിന്റെ ഒരു സീക്വൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും കാട്ടുനായിക്ക സമൂഹം 9.61 ആണ്. പക്ഷെ കുറുമ 15.58% കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതില് ഞാൻ എന്റെ സ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന 3 ഗോത്രവർഗ്ഗക്കാർ എന്ന് പറയുക പണിയ, കുറിച്യ ആൻഡ് കാട്ടുനായിക്ക. ഈ 3 വർഗ്ഗക്കാരാണ് പണിയരും, കുറിച്യരും, കാട്ടുനായിക്കരും. നമുക്കറിയാം ഈ പണിയ സമൂഹം മജോറിറ്റി ആയിട്ട് വരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും നമ്മൾ എടുത്തു. ഈ കുറിച്യര് രണ്ടാമതായിട്ട് വരുന്നു. അപ്പൊ പണിയരും അതുപോലെ തന്നെ കുറിച്യരുമാണ് പ്രധാനമായിട്ട് വരുന്ന 2 കാറ്റഗറി എന്ന് പറയുക. വീണ്ടും നമുക്ക് ഈ PVTGs എന്ന് നമ്മൾ പറയും, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. അതിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഈ കാട്ടുനായിക്ക സമൂഹത്തെ നമ്മൾ അതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ 3 കാറ്റഗറിയിലാണ് പ്രധാനമായിട്ടും സ്റ്റഡി നടത്തിയിരിക്കുക. ഈ പ്രിമിറ്റീവ് ട്രൈബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിൽ 5 ഗോത്രവിഭാഗക്കാരാണ് വരിക. കാട്ടുനായിക്ക സമൂഹമുണ്ട്, ചോളനായിക്ക സമൂഹമുണ്ട്, കൊറഗര്, കാടര്, കുറുബ. ഈ 5 വിഭാഗത്തെയാണ് നമ്മൾ പ്രിമിറ്റീവ് ട്രൈബ്സ് എന്ന് പറയുക. അപ്പൊ അതിൽ കാട്ടുനായിക്കരാണ് കൂടുതലായിട്ട് നമുക്ക് നിൽക്കുക. വയനാട്ടില് ഈ ട്രൈബ് ഏകദേശം 9.61% നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, നിലമ്പൂർ ഭാഗത്തുള്ള ചോളനായിക്ക സമൂഹത്തിലുള്ളവര് എണ്ണത്തിൽ വളരെയധികം കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ വയനാട്ടിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് കോമൺ ആയിട്ട് പറയാനായിട്ട് സാധിക്കുക. നമുക്കറിയാം ഇവര് വർഷങ്ങളായിട്ട് ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാര് അവര് റിസൈഡിങ് ഇൻ ഡെൻസ് ആൻഡ് ഇന്റീരിയർ ഫോറസ്റ്റ്, കാടിന്റെ ഉള്ളില് ഒത്തിരിയധികം തിങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഡീപ്പായിട്ടുള്ള, അതായത് ഈ ഡെൻസ് ഫോറസ്റ്റിലാണ് ഇവരുടെ ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പുറത്തുള്ള ആളുകളുമായിട്ട് അത്രയധികം ബന്ധമൊന്നും അവർ കാത്തു സൂക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ടെക്നിക്കോ പ്രൊഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ജീവിത ശൈലികളുണ്ട്, അവരുടേതായിട്ടുള്ള ഇക്കണോമിക് ആസ്പെക്റ്റുകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ജീവിക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുക, ഒത്തിരിയധികം ബാക്ക്വേർഡ്നെസ്, അതുപോലെ തന്നെ പോവർട്ടി, ഇൽ ഹെൽത്ത് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സിൻസ് ഇൻഡിപെൻഡൻസ്, നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ ഈ ആദിവാസി സമൂഹങ്ങളുടെ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരുടെ സമുന്നതിക്ക് വേണ്ടിയിട്ട് ഒത്തിരിയധികം പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ പക്ഷേ നമുക്കറിയാം ഈ പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എങ്കിലും ഇത് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമുക്ക് അറിയാം ഒത്തിരി അധികം ഡിസ്പാരിറ്റീസ് അല്ലെങ്കിൽ വ്യതിരിക്തത ഈ ട്രൈബൽ ഗ്രൂപ്പ്സിൽ ഇതിന്റെ ഈ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ അതിൽ നിന്നും അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള നേട്ടങ്ങൾ എടുക്കുന്നതിലും ഒക്കെ വ്യത്യസ്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി ട്രൈബൽസ് ആൻഡ് ജനറൽ പോപ്പുലേഷൻ സ്റ്റിൽ പെർസിസ്റ്റ്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരും അതുപോലെ തന്നെ ജനറൽ പോപ്പുലേഷൻ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റഡി നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡിയിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള പണിയ സമൂഹം, കുറിച്യ സമൂഹം, അതുപോലെ തന്നെ കാട്ടുനായിക്ക സമൂഹം, ഇവരുടെ സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള അവസ്ഥകളെ അനലൈസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇവർ ബാക്കിലേക്ക് പോകുന്നത്, പിന്നോട്ട് പോകുന്നതിനുള്ള കാരണങ്ങളും അതിന്റെ സാഹചര്യങ്ങളുമാണ് നമ്മൾ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക എന്ന് പറയുക. വീണ്ടും നമ്മൾ കാണുക ഈ പറയുന്ന 14 ജില്ലകളില് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഹയസ്റ്റ് ST പോപ്പുലേഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഈ വയനാട് ഡിസ്ട്രിക്റ്റിൽ നമുക്കറിയാം വയനാട് ജില്ലയില് 3 താലൂക്കുകളാണുള്ളത് അല്ലെ, മാനന്തവാടി താലൂക്ക്, അതുപോലെ തന്നെ ബത്തേരി, വൈത്തിരി. ഇതില് മാനന്തവാടി താലൂക്കിലാണ് ഹയസ്റ്റ് പ്രപ്പോർഷൻ ഓഫ് ട്രൈബ്സ് നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം 21.6% ട്രൈബൽ പോപ്പുലേഷൻ മാനന്തവാടി താലൂക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡിയിൽ നമ്മൾ മാനന്തവാടി താലൂക്കാണ് നമ്മൾ എടുത്തിരിക്കുക. അതുപോലെ തന്നെ മാനന്തവാടി താലൂക്കില് സ്റ്റഡി ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത് 4 പഞ്ചായത്തുകളും അതുപോലെ തന്നെ മാനന്തവാടി മുനിസിപ്പാലിറ്റിയുമാണ്. കാരണം അവിടെയുള്ള തൊണ്ടർനാട് പഞ്ചായത്തിലും അതുപോലെ തന്നെ ഇടവക പഞ്ചായത്തിലും കാട്ടുനായിക്ക സമൂഹം ഇല്ല. അപ്പോൾ ഈ 3 കാറ്റഗറി ഉള്ള ഈ 5 ഏരിയയാണ് ഒരു മാനന്തവാടി മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ മറ്റ് 4 പഞ്ചായത്തുകളുമാണ് സ്റ്റഡിയിൽ നമ്മൾ സെലക്ഷൻ ഓഫ് സാമ്പിൾ ഹൗസ് ഹോൾഡ്സ് ആയിട്ട് എടുത്തിരിക്കുക. ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു സ്കീമ എന്ന് പറയുക. വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്ക്, അതുപോലെ തന്നെ മാനന്തവാടി താലൂക്ക്, ബത്തേരി താലൂക്ക്. അതിൽ പനമരം പഞ്ചായത്തിലെ തുടർന്നാണ് ഈ മാനന്തവാടി, തവിഞ്ഞാൽ, പനമരം, തിരുനെല്ലി, വെള്ളമുണ്ട ഈ പറയുന്ന 5 പഞ്ചായത്തുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന സാമ്പിൾ ഹൗസ് ഹോൾഡ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇതാണ് അതിന്റെ സെലക്ഷൻ എന്ന് പറയുക. പ്രപ്പോർഷനേറ്റ്, അതായത് സാമ്പിളിംഗ് ആണ്, റാൻഡം സാമ്പിളിംഗ് ആണ് എടുത്തിരിക്കുക. ഏകദേശം ഒരു 10% ആണ് എടുത്തിരിക്കുന്ന ഓരോന്നിന്റെയും പ്രപ്പോർഷൻ ആയിട്ട് എടുത്തിരിക്കുക. 598 ഹൗസ് ഹോൾഡ്സ് ആണ് ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ പറയുന്ന 7, അതായത് ഒരു മുനിസിപ്പാലിറ്റിയിലെ മറ്റ് 6 പഞ്ചായത്തുകളിലെയും ട്രൈബൽ പോപ്പുലേഷന്റെ ഒരു ഡേറ്റ നമുക്ക് മാനന്തവാടി ട്രൈബൽ ഓഫീസിൽ നിന്ന് അവർ തന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സാമ്പിൾ ഹൗസ് ഹോൾഡ്സിന്റെ സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് അനാലിസിസ് ഉണ്ട്, കോഎഫിഷ്യന്റ് വേരിയേഷൻ ഉണ്ട്, ലോറൻസ് കർവ് ഉണ്ട്, ഗിനി കോൺസെൻട്രേഷൻ റേഷ്യോ, ഹൈ സ്ക്വയർ ടെസ്റ്റ്, കാൽബിയോസിസ്, കോറിലേഷൻ കോഎഫിഷ്യന്റ്, വൺ വേ അനോവ, ബോക്സ് പ്ലോട്ട്, ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 വിഭാഗക്കാരെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിരിക്കുക. കൂടുതലും ഇതിന്റെ ഇക്കണോമിക് ആസ്പെക്ട് ആണ് എടുത്തിരിക്കുന്നത്. ജനറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മേജർ ട്രൈബ്സ് പണിയ, കുറിച്യ, കാട്ടുനായിക്ക ഓഫ് മാനന്തവാടി താലൂക്ക് ഓഫ് വയനാട് ഡിസ്ട്രിക്ട് ഓഫ് കേരള. വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലെ ഈ 3 വിഭാഗക്കാരുടെയും സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുക എന്നതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, ലക്ഷ്യമായിട്ട് ഈ തീസിസിന്റെ പറയുക. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ട്രൈബൽ പോപ്പുലേഷനില് കേരള സ്റ്റേറ്റിൽ വയനാട്ടിലെ ട്രൈബൽ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ആണ്. ആദ്യത്തെ ഒരു ജനറൽ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ 36 കമ്മ്യൂണിറ്റീസിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു സ്റ്റഡിയാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് വന്നിരിക്കുക.
നെക്സ്റ്റ് നമ്മൾ കണ്ടിരിക്കുന്നത് ടു സ്റ്റഡി ദ പ്രിവൈലിംഗ് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ മേജർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് പണിയ, കുറിച്യ ആൻഡ് കാട്ടുനായക്ക ട്രൈബ്സ് ഇൻ ദ സ്റ്റഡി ഏരിയ. നമ്മുടെ സ്റ്റഡി ഏരിയയിലുള്ള ഈ പറയുന്ന 3 വിഭാഗക്കാരുടെ, പണിയ വിഭാഗം, അതുപോലെ തന്നെ കുറിച്യ വിഭാഗം, കാട്ടുനായക്ക വിഭാഗത്തിന്റെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. വീണ്ടും നമ്മൾ പറയുന്നത് ഇവര് പ്രധാനമായിട്ട് നമ്മൾ പറയുക ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനെ കുറിച്ച്, ഇവർക്കുള്ള അവരുടെ ഒരു അവയർനെസ് എന്താണ്, അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്താണ്, ഇതിനെക്കുറിച്ചും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. വീണ്ടും ഇക്കണോമിക് ആസ്പെക്ട് ആയതുകൊണ്ട് തന്നെ ഇൻകം, എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ അസറ്റ് ഹോൾഡിങ്സ്, ഈ 3 കാര്യത്തിലുള്ള ഈ 3 വിഭാഗക്കാരുടെയും ഇൻഇക്വാളിറ്റീസ്, അസമത്വം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടു അസസ് ദ സ്റ്റാറ്റസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ലെവൽ ഓഫ് പോവർട്ടി എമംഗ് ദി സെലക്ടഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ദ സ്റ്റഡി ഏരിയ. നമ്മുടെ സ്റ്റഡി ഏരിയയിലുള്ള ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജീവിത നിലവാരവും അതുപോലെ തന്നെ അവരുടെ പോവർട്ടി, ലെവൽ ഓഫ് പോവർട്ടി എത്രമാത്രം, ദാരിദ്ര്യം എത്രമാത്രം അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കാണുക. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് പ്രധാനമായിട്ടും ഇത് വരിക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫർദർ സജഷൻസും അതുപോലെ തന്നെ പോളിസി മെഷേഴ്സും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതാണ് 6ാമത്തെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിന്റെ ബേസിസിൽ ഹൈപ്പോതെസിസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചാപ്റ്ററൈസേഷൻ ആണ്. ചാപ്റ്ററൈസേഷനിൽ ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് മെത്തഡോളജി ആണ്. വീണ്ടും നമുക്ക് കൺസെപ്റ്റ്സ് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് സെക്കൻഡ് ചാപ്റ്റർ വരിക. തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തേർഡ് ചാപ്റ്റർ. ദെൻ പ്രൊഫൈൽ ഓഫ് ദി സ്റ്റഡി ഏരിയ, അതായത് വയനാടിനെ കുറിച്ച് ഒരു ചെറിയ ചരിത്രം നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുക ഈ 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 5th, 6th, 7th ആൻഡ് 8th ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് റിസൾട്ട്സ് ആണ്. ശരിക്കും ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ്. ഡെമോഗ്രഫി ആൻഡ് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഫോർ ട്രൈബൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻഇക്വാളിറ്റീസ് ഓഫ് ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് അസറ്റ് എമംഗ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. വീണ്ടും നമ്മൾ കാണുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, പോവർട്ടി, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജീവിത നിലവാരവും അതുപോലെ തന്നെ ദാരിദ്ര്യവും നമ്മളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. 9ാമത്തെ ചാപ്റ്റർ നമ്മൾ കാണുന്നത് ഫൈൻഡിങ്സും വീണ്ടും ഫർദർ സജഷൻസും ആണ്. ഇതാണ് ചാപ്റ്ററൈസേഷൻ ആയിട്ട് പറയുക. അല്ല, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 36 ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചുള്ള ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുക. അതുപോലെ വയനാടിനെ കുറിച്ചും ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഒബ്ജക്റ്റീവില് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദി മേജർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഫാമിലി വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി. അതിനകത്ത് ന്യൂക്ലിയർ ഫാമിലിയിലാണ് കൂടുതലും ആളുകൾ വന്നിരിക്കുക. ജോയിന്റ് ഫാമിലി കുറവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ജോയിന്റ് ഫാമിലി കൂടുതൽ വരുന്നത് പണിയ വിഭാഗത്തിലാണ്. വീണ്ടും സ്ട്രക്ചർ ഓഫ് ഹൗസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. പക്ക ഹൗസ്, അതായത് ഹട്ട് ഉണ്ട്, കുച്ച ഹൗസ് ഉണ്ട്, സെമി പക്ക ഉണ്ട്, പക്ക ഉണ്ട്. കോൺക്രീറ്റ് ഹൗസസിനെയാണ് നമ്മൾ പക്ക ബിൽഡിങ്സ് എന്ന് പറയുക. അപ്പൊ കുറിച്യ കമ്മ്യൂണിറ്റിയിലാണ് അത് കൂടുതലായിട്ടും കാണുക. അതുപോലെ തന്നെ ഓൺ ഗവൺമെന്റ് പ്രൊവൈഡഡ്, പാർട്ട്ലി ഗവൺമെന്റ് പ്രൊവൈഡഡ് ആൻഡ് ഓൺ നമുക്ക് കാണാൻ സാധിക്കും. അതിലും നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡഡ് ആണ് 3 കാറ്റഗറിയിലും കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. ഈ ഹൗസസ് നമുക്കറിയാം, ഇപ്പൊ പുതിയ ഗവൺമെന്റിന്റെ സ്കീം അനുസരിച്ചിട്ട് അവർക്ക് പഞ്ചായത്തുകൾ തന്നെ പല സ്കീമുകൾ വെച്ചിട്ട് വീടുകൾ പണിത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കുറെ ആളുകള് ഡിസ്കംഫർട്ടാണ് ഈ വീടുകളിൽ. സർവേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, ചിലപ്പം പുക പുറത്തേക്ക് പോകുന്നില്ല, വെന്റിലേഷനും കുറവാണ്, അല്ലെങ്കിൽ അവർക്ക് ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന അത്രയുള്ള ഒരു സ്പേസ് അതിനകത്തില്ല. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വല്ലാതെ ചോരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് അവർ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ റീസൺസ് നമുക്ക് കാണാൻ, ഡിസ്കംഫർട്ടിന് കാണാൻ സാധിക്കുന്നത് സ്മോളർ സൈസും അതുപോലെ തന്നെ ഇന്നാഡിക്വേറ്റ് ടു ദ ഫാമിലി, അവർക്ക് ഫാമിലിക്ക് മൊത്തം അതിൽ താമസിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ലെന്നാണ് അവർ പറയുക. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അവൈലബിലിറ്റി നോക്കിയാൽ നമുക്കറിയാം, കുറിച്യ കമ്മ്യൂണിറ്റിയിലാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. 2ാമത് പൊസിഷൻ വരുന്നത് കാട്ടുനായിക്കയാണ്. ലാസ്റ്റ് വരുന്നത് പണിയ സമൂഹത്തിലുള്ളവർക്കാണ്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അലോപ്പതിയാണ് എല്ലാവരും തന്നെ പ്രിഫർ ചെയ്യുക, അറിയാമല്ലോ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി നോക്കിയാൽ നമുക്കറിയാം കുറിച്യ കമ്മ്യൂണിറ്റിക്കാണ് കൂടുതലായിട്ട് വരിക. ദെൻ കാട്ടുനായിക്ക, അതിനുശേഷമാണ് പണിയ കാറ്റഗറിയിലേക്ക് വരിക. ഒരു ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ എത്രമാത്രം ഡിസ്റ്റൻസ് വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക്
അതായത് ലെസ് ദാൻ 200 മീറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കുറിച്യ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഉള്ളൂ. കാട്ടുനായ്ക്ക സമൂഹത്തിനാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ലിറ്ററസി ലെവൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലിറ്ററസി കൂടുതൽ നമുക്ക് ഈ പറയുന്ന പണിയ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റിയിലും ആണ് ലിറ്ററസി കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. ഇത് ഹയർ സ്റ്റഡീസും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, അപ്പർ പ്രൈമറി, പ്രൈമറി ഈ രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന പണിയ വിഭാഗത്തില് പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. കുറിച്യ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കുറച്ചും കൂടി ഈ ഹൈസ്കൂളും അതുപോലെ തന്നെ ഗ്രാജുവേറ്റും ഹയർ സ്റ്റഡീസും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് അവരുടെ ഡ്രോപ്പ് ഔട്ട്സിന്റെ പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് പറയുക. റീസൺസ് ആയിട്ട് പറയുന്നതിൽ നമുക്ക് ഫസ്റ്റ് റീസൺ ഇവിടെ കാണാൻ സാധിക്കുന്നത് പോവർട്ടി ആണ്. പോവർട്ടി. സെക്കൻഡ് പൊസിഷൻ വരുന്നത് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡീസ് ആണ്. അവർക്ക് പഠിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ അതിന്റെ കാറ്റഗറി റാങ്കിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. വീണ്ടും ഇവിടെ പ്രൈമറി ഓക്യുപ്പേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇവരുടെ അഗ്രികൾച്ചറൽ മിക്കവാറും 3 സമൂഹവും മജോറിറ്റി അതായത് മുഖ്യമായിട്ടും ആശ്രയിക്കുന്നത് അഗ്രികൾച്ചറിനെയാണ്, അല്ലെങ്കിൽ കൂലിയെയാണ് അവർ ആശ്രയിക്കുക മജോറിറ്റി ആയിട്ട് വരിക. ഇതിലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം സർവീസ് സെക്ടർ എന്ന് പറയുന്നത് കുറിച്യ വിഭാഗത്തിലാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. അതായത് ആ പച്ച കളറിൽ കാണുന്നതാണ് അവരുടെ സർവീസ് സെക്ടർ എന്ന് പറയുക. പക്ഷെ കാട്ടുനായ്ക്ക വിഭാഗത്തിലും അതുപോലെ തന്നെ പണിയ സമൂഹത്തിൽ പണിയ സമൂഹത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സർവീസസ്, ഗവൺമെന്റ് സർവീസസിൽ ആരുമില്ല. പച്ച കളർ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. കാട്ടുനായ്ക്ക വിഭാഗത്തിൽ വളരെ കുറച്ചേ നമുക്കത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അവരുടെ സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 3 കാറ്റഗറിയിലും കൂടുതലും അഗ്രികൾച്ചർ ആണ് വരിക. അതുപോലെ തന്നെ ഇൻഡസ്ട്രി വളരെ കുറച്ചാണ് വരുന്നത്. അതുപോലെ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറിച്യ കമ്മ്യൂണിറ്റിയിലാണ് അത് കൂടുതലായിട്ട് വരിക. അൺഎംപ്ലോയ്മെന്റ് 3 കാറ്റഗറിയിലും കൂടുതലാണ്. അതുപോലെ തന്നെ ഗവേണിംഗ് സിസ്റ്റത്തെ കുറിച്ചാണെങ്കിലും അവർക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നത് കുറിച്യ വിഭാഗത്തിലാണ്. അതാണ് അവരുടെ സോഷ്യോ ഇക്കണോമിക് ആസ്പെക്ട് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വീണ്ടും നമ്മളിവിടെ കാണുക ഇവർക്ക് ഗവൺമെന്റ് ഒരുപാട് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ട്രൈബൽ സബ് പ്ലാൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ആസ്പെക്ട് ഉണ്ട്, ഹെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ സോഷ്യോ ഇക്കണോമിക് പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ ലീഗൽ പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനമായിട്ട് ഈ 4 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവരുടെ ഒരു അവയർനെസ് എത്രമാത്രം അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോഗ്രാംസിലേക്കുള്ള അവരുടെ മനോഭാവം എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് ഈ ഒബ്ജക്റ്റീവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പറയാം സീരീസ് ഓഫ് പ്രോഗ്രാംസ് ഗവൺമെന്റ് ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ പ്രോബ്ലംസ് ആയിട്ടുള്ള പോവർട്ടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, എംപ്ലോയ്മെന്റ്, പോവർട്ടി, അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാംസ് പ്രധാനമായിട്ടും നമുക്ക് 4 ഡയമെൻഷൻസിലാണ് പറയാനായിട്ട് സാധിക്കുക. എഡ്യൂക്കേഷണൽ, ഹെൽത്ത് കെയർ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ്, ദെൻ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ്. നേരത്തെ പറഞ്ഞ 4 കാറ്റഗറിയിലാണ് ഇവരുടെ പ്രോഗ്രാംസ് വരിക. ഇത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ കാണുക. Then health programs, then socio-economic programs, then legal protection programs. ഈ 4 മെഷേഴ്സിലാണ് ഗവൺമെന്റ് പ്രധാനമായിട്ടും പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ചുള്ള അവയർനെസ്സിനെ കുറിച്ച് നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ ബേസിസിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പിക്ചറാണിത്. അവയർനെസ് പ്രോഗ്രാമിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനെ കുറിച്ച് അവെയർ ആയിട്ടുള്ളത് കുറിച്യ കമ്മ്യൂണിറ്റിയാണ്. സെക്കൻഡ് വൺ നമ്മൾ കാണുക കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റിയാണ്. ദെൻ പണിയ വിഭാഗം ഈ അവയർനെസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബാക്കിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ ഹൈ അവയർനെസ് എപ്പോഴും വരുന്നത് നമുക്ക് നോക്കിയ ഗ്രാഫിൽ നോക്കിയാൽ നമുക്കറിയാം കുറിച്യ വിഭാഗത്തിലാണ് ഹൈ അവയർനെസ് കൂടുതൽ. മറ്റു 2 കാറ്റഗറിയിലും ഏകദേശം നിൽക്കുക. ലോ അവയർനെസ്സും അതുപോലെ തന്നെ മീഡിയം ആണ് കുറച്ചുകൂടി നിൽക്കുന്നത്. എങ്കിൽ പോലും പച്ച കളർ ഹൈ അവയർനെസ് വരുന്നത് എപ്പോഴും കുറിച്യ കാറ്റഗറിയിലാണ്. അതിന്റെ ടെസ്റ്റ് ഒക്കെയാണ്. സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതെല്ലാം. അതായത് ഏജ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഹൗസിംഗ്, ദെൻ ഓണർഷിപ്പ് ഓഫ് ഹൗസിംഗ്, അവൈലബിലിറ്റി ഓഫ് ടോയ്ലറ്റ്സ്, ടൈപ്പ് ഓഫ് ടോയ്ലറ്റ്സ്,
ഡ്രിങ്കിങ് വാട്ടർ, വാട്ടർ പമ്പ്സ്, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, മെഡിക്കൽ ഫെസിലിറ്റി, ഇതെല്ലാം സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇക്കണോമിക് ആസ്പെക്റ്റിൽ വരുന്ന 4 കാറ്റഗറിയാണ് പ്രധാനമായിട്ടും വരിക. ഓക്യുപ്പേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ അസറ്റ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മന്ത്ലി പെർ ക്യാപിറ്റ ഇൻകം, ദെൻ സേവിങ്. ഈ ഇത്രയും കാറ്റഗറിയാണ് വരിക, സോഷ്യൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ ഇക്കണോമിക് ആസ്പെക്റ്റും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനോവ ടെസ്റ്റ് വെച്ച് നടത്തിയിട്ടുണ്ട്. ലിറ്ററസി എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. ഇവിടെ 2011 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജനറൽ കാറ്റഗറിയിൽ 94%, അതുപോലെ തന്നെ ST കാറ്റഗറി 75.8% ആണ് ലിറ്ററസി. എന്ന് വെച്ചാൽ ഗ്യാപ്പ് നോക്കിയാൽ 18.2% ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജനറൽ കാറ്റഗറിയും അതുപോലെ തന്നെ ST വിഭാഗവുമായിട്ട്. ലിറ്ററസിയിൽ വളരെയധികം ഒരു ഗ്യാപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അത് കേരളത്തിലെ ട്രൈബ്സിലെയാണ്. പക്ഷെ വയനാട്ടിലെ ട്രൈബ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 94%, അതുപോലെ തന്നെ വയനാട്ടിലെ 89% ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് കേരളത്തില് ട്രൈബ്സില് ജനറൽ കാറ്റഗറിയില് കേരളത്തിലെ ജനറൽ കാറ്റഗറിയിൽ വരുന്നത് 94% ആണ്. അറ്റ് ദ സെയിം ടൈം കേരളത്തിലെ ട്രൈബ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 75.81% മാത്രമേ ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ലിറ്ററസി റേറ്റ് കാണാനായിട്ട് സാധിക്കുള്ളൂ. അത് വയനാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിലെ ജനറൽ കാറ്റഗറിയുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 89% ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ട്രൈബൽ പോപ്പുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 70 ആണ്. അവിടെ വളരെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, 15% ഏകദേശം ഡിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ വിഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2011 സെൻസസ് അനുസരിച്ചിട്ടാണ് പണിയ കാറ്റഗറിയിൽ 63% ആണ് അവരുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുക. അറ്റ് ദ സെയിം ടൈം കുറിച്ച കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 83.6% അവരുടെ ലിറ്ററസി റേറ്റ് ആണ്. കാട്ടുനായിക വിഭാഗത്തിന് വീണ്ടും കുറവാണ്, 57.5% മാത്രമേ ഇവരുടെ കാട്ടുനായിക വിഭാഗത്തിന്റെ ലിറ്ററസി റേറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ആയിട്ട് പറയുക. തേർഡ് ഒബ്ജക്റ്റീവ്. വീണ്ടും ഫോർത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പാറ്റേൺ ആൻഡ് ഇൻഇക്വാളിറ്റീസ് ഓഫ് ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് അസറ്റ് ഹോൾഡിംഗ്സ് എമംഗ് ദി ട്രൈബ്സ് ഇൻ ദ സ്റ്റഡി ഏരിയ. ഇവരുടെ വരുമാനം, അതുപോലെ തന്നെ ചിലവ്, അതുപോലെ അവർക്ക് എത്രമാത്രം ആസ്തി ഉണ്ട്, ഇതിനെ കുറിച്ചൊരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ നടത്തുക. അവരുടെ പെർ ക്യാപിറ്റ ഇൻകവും അതുപോലെ തന്നെ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ആണ് ഇവിടെ കാണുക. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാറ്റഗറി വരുന്നത് 1001-2000 ആ വിഭാഗത്തിലാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെയും നമുക്ക് നോക്കിയാൽ അറിയാം കുറിച്യ കമ്മ്യൂണിറ്റിയാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് നിൽക്കുക. കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നമുക്കറിയാം സെക്കൻഡ് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. പിന്നീടുള്ള ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2000 കൂടുതൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറിച്യ കമ്മ്യൂണിറ്റിയാണ്. മറ്റുള്ളവർക്ക് വളരെ കുറവാണ്. ആ എബോവ് 5001 ആകെ കുറിച്യ കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അത് ഇൻകം ഇൻഇക്വാളിറ്റീസ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അനോവ ടെസ്റ്റ് ആണ്. ഇത് ലോറൻസ് കർവാണ്. ഇൻഇക്വാളിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ്. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻഇക്വാളിറ്റി ബോക്സ് പ്ലോട്ട് എന്ന് പറയും. ബോക്സ് പ്ലോട്ടിൽ നമുക്ക് നോക്കി തന്നെ നമുക്കറിയാം കുറിച്ച വിഭാഗമാണ് കുറച്ച് മുകളിലേക്ക് നിൽക്കുക, ഔട്ട്ലേസ് കൂടുതലുള്ളത്. അത് അവരുടെ അസറ്റ് ആണ്. അസറ്റിനെ കുറിച്ച് പറയുമ്പോൾ ലാൻഡ് ഓണർഷിപ്പ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, ഡ്യൂറബിൾസ് ഉണ്ട്. ഈ 3 കാറ്റഗറിയാണ് നമ്മൾ അസറ്റ്സ് പ്രധാനമായിട്ടും എടുക്കുക. അതിലും നമുക്ക് നോക്കിയാൽ അറിയാം കുറിച്ച വിഭാഗത്തിലാണ് കുറച്ചും കൂടി ഹയർ പൊസിഷനിൽ ഈ 3 കാറ്റഗറിയിൽ നിൽക്കുക. കോവേരിയൻസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അനോവ ടെസ്റ്റ്, ഇത് അസറ്റ് ഇൻഇക്വാളിറ്റി ലോറൻസ് കർവ് പ്ലസ് ബോക്സ് ഫ്ലോട്ട്, ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഇൻഇക്വാളിറ്റി മെഷർ ചെയ്തിരിക്കുകയാണ്. ഇത് ഗിനി കോഎഫിഷ്യന്റ് വെച്ചിട്ട് വീണ്ടും നമ്മൾ 3 ഇൻകവും എക്സ്പെൻഡിച്ചറും അസറ്റും മെഷർ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് 5th ചാപ്റ്റർ എന്ന് പറയുക അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ദെൻ ലെവൽ ഓഫ് പോവർട്ടി. ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ എടുക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലോ ലെവൽ, മീഡിയം ലെവൽ, ഹൈ ലെവൽ. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം മീഡിയം ലെവൽ കുറിച്ച വിഭാഗത്തിലാണ് അവിടെയും നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. പണിയ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ലോ ലെവലിലാണ് കൂടുതൽ ആളുകൾ നിൽക്കുക, ഹൈ ലെവലിൽ ആരും തന്നെ ഇല്ല. അതേസമയം കുറിച്ച വിഭാഗത്തിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് മീഡിയം ലെവല് കൂടുതലാണ്, ഹൈ ലെവലിലും കുറച്ച് അധികം ഉണ്ട്, എങ്കിൽ പോലും മീഡിയം ലെവലിലാണ് അവരുടെ മജോറിറ്റിയും നിൽക്കുക. SLI സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻഡെക്സും ഹൈ സ്ക്വയർ ടെസ്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കോറിലേഷൻ ടെസ്റ്റ്.
അപ്പൊ ഇതിന്റെ ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുക, പണിയ ട്രൈബ് വെരി സിഗ്നിഫിക്കന്റ്ലി വിത്ത് റെസ്പെക്ട് ടു ഏജ്, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, മന്ത്ലി പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് അസെറ്റ് ക്വാളിറ്റീസ്. അപ്പോൾ ഇവരുടെ വിഭാഗത്തിൽ ഏറ്റവും കാട്ടുനായ്ക്ക ട്രൈബില് വലിയ ഡിഫറൻസ് കാണുന്നില്ല എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ വിഭാഗക്കാരും ഒരു വളരെ ആവറേജ് ലെവലിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻഡെക്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എടുക്കുമ്പോൾ അവിടെ ഏകദേശം ഒരു 10 കാറ്റഗറി നമ്മൾ എടുത്തിട്ടുണ്ട്. സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇക്കണോമിക് സ്റ്റാറ്റസും നേരത്തെ പറഞ്ഞ അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമ്മളുടെ സ്കോറിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഡിറൈവ് ചെയ്തിരിക്കുക. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ്. ഡിപ്രൈവ്ഡ് ഹൗസ് ഹോൾഡ്സും ഹെഡ് കൗണ്ട് റേഷ്യോയും വെച്ചിട്ട് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വെച്ചിട്ട് ഈ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആളുകളെ കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, പണിയ വിഭാഗത്തിൽ ഏകദേശം ഒരു 90% വെരി പുവർ കാറ്റഗറി വരുന്നവരാണ്. അതുപോലെ തന്നെ അതിൽ വെൽ ഓഫ് ആയിട്ടുള്ള 2% 0.7 മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. കുറിച്യ വിഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 9.2% മാത്രമേ വെരി പുവർ കാറ്റഗറിയിലേക്ക് വരുന്നുള്ളൂ. മറ്റ് 18% വൾണറബിൾ, അതിന് മീഡിയം ലെവലിൽ നിൽക്കുന്നവരാണ്. പക്ഷെ വെൽ ഓഫ് 1, അതായത് 158 എന്ന് പറഞ്ഞാൽ 72%, ഏകദേശം 73% വെൽ ഓഫ് ആണ് കുറിച്യ കമ്മ്യൂണിറ്റി. അറ്റ് ദ സെയിം ടൈം കാട്ടുനായ്ക്ക വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 84% വെരി പുവർ ആണ്. അതുപോലെ തന്നെ വെൽ ഓഫ് ആയിട്ട് വരുന്നത് ഓൺലി 4% മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കും കുറിച്യ വിഭാഗമാണ് ഈ പറയുന്ന 3 കാറ്റഗറിയിലും കുറച്ചും കൂടി വെൽ ഓഫ് ആയിട്ട് എല്ലാ സോഷ്യൽ ലെവലിലും ഇക്കണോമിക് ലെവലിലും ഹൈ ആയിട്ട് നിൽക്കുന്നത് കുറിച്യ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ഡിപ്യൂഷൻ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലെവൽ ഓഫ് അവയർനെസ് വെച്ചിട്ട് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 60% കുറിച്യ ട്രൈബൽ ഹൗസ് ഹോൾഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ലെവൽ ഓഫ് അവയർനെസ് ആണ്. 21% പണിയ, അതുപോലെ തന്നെ 14% കാട്ടുനായ്ക്ക ട്രൈബൽ ഹൗസ് ഹോൾഡ്സ് മാത്രമേ ഈ പറയുന്ന ഹൈ ലെവൽ ഓഫ് അവയർനെസ്സിലേക്ക് വരുന്നുള്ളൂ എന്നാണ് പറയുക. മജോറിറ്റി ഓഫ് പണിയ കാറ്റഗറിയും അതുപോലെ തന്നെ കാട്ടുനായ്ക്ക ട്രൈബൽ കമ്മ്യൂണിറ്റിയും മീഡിയം ലെവലിലേക്കാണ് വരിക, അവയർനെസ് ലെവലിന്. അതുപോലെ തന്നെ ലോറൻസ് കർവ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇൻഇക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോറൻസ് കർവിന്റെ യൂട്ടിലൈസേഷൻ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പണിയ അതുപോലെ തന്നെ കാട്ടുനായ്ക്ക വിഭാഗത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറവാണ്. അതുപോലെ തന്നെ കുറിച്യ ട്രൈബാണ് കമ്പാരിറ്റീവ്ലി മറ്റു 2 വിഭാഗക്കാരെക്കാളും കുറച്ചുകൂടി ഉയർന്ന് നിൽക്കുക. അതുപോലെ തന്നെ 61% ഓഫ് ദ ട്രൈബ്സ് വെയർ വിത്ത് ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. 37% were in the medium standard of living and very small 2% were in the high standard of living. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടോട്ടൽ ട്രൈബ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 കാറ്റഗറി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 61% ട്രൈബ്സും വളരെ ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലാണ് ജീവിക്കുക ഇന്ന്. അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് പണിയ വിഭാഗത്തിൽ 90% വെരി പുവർ കാറ്റഗറിയിലാണ്. അറ്റ് ദ സെയിം ടൈം കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റിയിൽ അത്രയും വരുന്നില്ല പണിയ വിഭാഗത്തിന്റെ അത്രയും, എങ്കിൽ പോലും 84% ഈ പറയുന്ന പുവർ കാറ്റഗറിയിലാണ് വരിക. 72% കുറിച്യ കമ്മ്യൂണിറ്റിയും വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കമ്പാരിറ്റീവ് അനാലിസിസിന്റെ റിസൾട്ട് എന്ന് പറയുക കുറിച്യ കമ്മ്യൂണിറ്റിയാണ് മറ്റു പണിയ വിഭാഗത്തെക്കാളും കാട്ടുനായ്ക്ക വിഭാഗത്തെക്കാളും കുറച്ചും കൂടി ഉയർന്നു നിൽക്കുക. ഇനി സജഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, ഇവരുടെ അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവയർനെസ്സും ലിറ്ററസി പ്രോഗ്രാമുകളൊക്കെ പല NGOസിന്റെ സഹായത്തോടു കൂടി കൊണ്ടുവരികയാണ് എങ്കിൽ ഈ പണിയ വിഭാഗത്തെയും അതുപോലെ തന്നെ കാട്ടുനായ്ക്ക വിഭാഗത്തെയും ഒക്കെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവയർനെസ് പ്രോഗ്രാംസ് ആയിട്ട് ആൽക്കഹോളിസം, അതുപോലെ തന്നെ ടുബാക്കോ ച്യൂയിങ്, അത് സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള മറ്റു തരത്തിലുള്ള എന്താ പറയുക മദ്യപാനം, അതുപോലെ തന്നെ മറ്റ് പുകവലി,
അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വീണ്ടും അവയർനെസ് പ്രോഗ്രാമുകൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അവരുടെ ഒരു സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുക. അതുപോലെ തന്നെ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്മോൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ട്രഡീഷണൽ സ്റ്റിഗ്മ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, ഓക്യുപ്പേഷൻസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇവരുടെ ഇക്കണോമിക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതിനകത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ, ബാങ്ക്സ്, കോപ്പറേറ്റീവ്സ്, ട്രൈബൽ ഓഫീസേഴ്സ്, പ്രൊമോട്ടേഴ്സ്, വോളണ്ടറി ഓർഗനൈസേഷൻ, സോഷ്യൽ വർക്ക് എല്ലാവരും കൂടി ചേർന്നിട്ട് മാത്രമേ നമുക്ക് ഇവരുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എംപ്ലോയ്മെന്റ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്തിട്ട് ഇവരുടെ പോവർട്ടി, ദാരിദ്ര്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയത്തക്ക വിധത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഓരോ ഗോത്ര വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളും അവരുടേതായിട്ടുള്ള തനിമകളും അവരുടേതായിട്ടുള്ള ജീവിത ശൈലികളും ഭാഷാ സംസ്കാരവും ഒക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ട്രൈബ് സ്പെസിഫിക് ആയിട്ടുള്ള ആ ട്രൈബിനെ കുറച്ചും കൂടി കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ വിഭാഗത്തിന്റെ സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള അവസ്ഥ കുറച്ചും കൂടി ബെറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ആ സംസ്കാരവും അതുപോലെ തന്നെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ നമ്മൾ കളയാതെ തന്നെ അത് പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക സിറ്റുവേഷൻസ് നമുക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുക. അപ്പൊ ഇതിൻ്റെതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പണിയ ആൻഡ് കാട്ടുനായിക്ക ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആർ ഫാർ വേഴ്സ് ദാൻ കുറിച്യാസ്. മറ്റ് രണ്ട് വിഭാഗത്തിന്റെയും സാമ്പത്തിക സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറിച്യ വിഭാഗത്തെക്കാൾ വളരെ താഴെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ കടമയായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. സിസ്റ്റർ പ്രസന്റേഷൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ സിസ്റ്ററിന്റെ ഈ PhD ഈ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു അക്കാഡമിക് ലൈഫിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. എങ്ങനെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹ്രസ്വമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ നല്ലതായി. എൻ്റെ അക്കാഡമിക് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചതും നാട്ടിലാണ്. എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പോൾ കാലടിയിലാണ് ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ചെയ്തത്. അതിനുശേഷം പ്രീ ഡിഗ്രിയും ഞാൻ അവിടെ തന്നെ ചെയ്തു. MG യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. ഡിഗ്രിയും PGയും അവിടെ തന്നെയാണ് ചെയ്തത്. വീണ്ടും BEd ഞാൻ സെന്റ് ജോസഫ്സ് കോളേജിലാണ് പഠിച്ചത്, എറണാകുളത്ത്. അതിനുശേഷമാണ് ഞാൻ ഒരു സിസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ ഏകദേശം ഒരു 97-ലാണ് ഞാൻ വയനാട്ടിലേക്ക് വരിക. അപ്പോൾ അന്ന് തന്നെ വയനാടിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒത്തിരി അനുഭവ സമ്പത്തുള്ള ഐതിഹ്യങ്ങളുള്ള സ്വന്തമായിട്ടുള്ള ഒരു വ്യതിരിക്തതയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ വയനാട്ടിലുള്ളത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ 2000 സെറ്റ് എഴുതി, അത് പാസ്സായി. വീണ്ടും ഞാൻ അവിടെ സെക്രട്ടറി ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ആയിട്ട് ഹയർ സെക്കൻഡറിയിൽ +2 അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു 2000. പിന്നെ 2009 ഞാൻ MPhilന് പോവുക. സെന്റ് ജോസഫ്സ് കോളേജ് ട്രിച്ചിയിലാണ് അത് ചെയ്തത്. 1 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും 2012 PhDക്ക് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ MPhilന്റെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് പണിയ ട്രൈബ്സ് ഇൻ എടവക പഞ്ചായത്തായിരുന്നു. അന്ന് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം 2000 ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുന്ന ഒരുപാട് ആദിവാസി കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥകളൊക്കെ നമുക്ക് ഒത്തിരിയധികം അറിയാനായിട്ട് സാധിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് ഇവരോട് പണ്ട് മുതലേ ഒരു എന്താ പറയുക ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അവരുടെ പലരുടെയും വീടുകളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു സെക്കൻഡ്, സിസ്റ്റർ നിൽക്കുന്നതിന്റെ അടുത്ത് ആരെങ്കിലും ഈ
സൂം ഓപ്പൺ ചെയ്ത് നിൽപ്പുണ്ട്, അവരൊന്ന് മാറി നിന്നാൽ ആ വിസിലിംഗ് നോക്കും. കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒത്തിരിയധികം അവരുടെ പ്രശ്നങ്ങളും അവരുടെ അവസ്ഥകളെ കുറിച്ചൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവരോട് കുറച്ചും കൂടി അവരെ കുറിച്ച് അറിയുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ഒരു താല്പര്യം എന്നിൽ വളരുകയും ചെയ്തു. അതിനുശേഷം MPhil ചെന്നപ്പോഴത്തേക്കും എടുത്ത ടോപ്പിക് എന്ന് പറയുക പണിയ വിഭാഗത്തെയാണ്. അത് ഇടവക പഞ്ചായത്തിൽ മാത്രമുള്ള വളരെ കുറച്ച് സാമ്പിൾസ് മാത്രമേ അത് പഠിക്കാനായിട്ട് സാധിച്ചുള്ളൂ. വീണ്ടും PhDക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താമെന്ന് എൻ്റെ ഗൈഡ് പറഞ്ഞതുകൊണ്ട്, അതുപോലെ തന്നെ ഈ അവരെ കുറച്ചും കൂടി ഈ പറയുന്ന പണിയ വിഭാഗത്തെയും കാട്ടുനായിക്ക വിഭാഗത്തെയും അതുപോലെ തന്നെ കുറിച്ച കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, ഒരു താരതമ്യ പഠനം നടത്തുന്നത് കുറച്ചുകൂടി നല്ലതാണല്ലോ എന്ന് മനസ്സിലേക്ക് തോന്നിയിരുന്നു. അപ്പോൾ MPhil ചേർന്നപ്പോൾ തന്നെ ഞാൻ ഒത്തിരിയധികം ഇവരെ കുറിച്ചുള്ള റിവ്യൂസ് കളക്ട് ചെയ്യുമായിരുന്നു. കിട്ടുന്ന ബുക്സ് ഒത്തിരിയധികം ജേണൽസിൽ നിന്ന് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചുള്ള ഒരുപാട് ജേണൽസിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റും അതുപോലെ തന്നെ ഒത്തിരിയധികം വായിച്ച് നമ്മൾ ഒരുപാട് ഡേറ്റ റിവ്യൂസ് കളക്ട് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് PhDക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ PhD സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡാറ്റ കളക്ഷൻ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുക. അറൌണ്ട് ഒരു 598 ഹൗസ് ഹോൾഡ്സിൽ വിസിറ്റ് ചെയ്യാനായിട്ട് വീടുകളിൽ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഈ പറയുന്ന ഏകദേശം 600 വീടുകളിൽ പോയെങ്കിലും നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും ഒരു വീടുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ സിസ്റ്റർ ആയതുകൊണ്ടായിരിക്കും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അവരെന്നോട് പെരുമാറി. അതുപോലെ തന്നെ ഈ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും ഈ ട്രൈബൽ കോളനീസിൽ നമ്മൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ ഓർഡർ വാങ്ങണമായിരുന്നു. അന്ന് നമ്മുടെ ജയലക്ഷ്മി മാം ആയിരുന്നു മിനിസ്റ്റർ. മാമിനെ കണ്ട് സ്പെഷ്യൽ ഓർഡർ വാങ്ങിയിട്ടാണ് നമുക്ക് ഈ കോളനികളിൽ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അത്ര റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. മാവോയിസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മാനന്തവാടി ട്രൈബൽ ഓഫീസിലാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ പഞ്ചായത്തുകളിലുള്ള ട്രൈബൽ ഓഫീസേഴ്സിനെ സാറ് തന്നെ വിളിച്ചു പറഞ്ഞ് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ പ്രൊമോട്ടേഴ്സിനെ അനുവദിച്ച് അങ്ങനെയാണ് ഈ കോളനികളിൽ വിസിറ്റിന് പോകുക. അങ്ങനെ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് എല്ലായിടത്തും നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് വളരെ സന്തോഷപ്രദമായ ഒരു അനുഭവമായിരുന്നു അവരോടൊത്ത് ചെലവഴിക്കുക എന്നുള്ളത്. ഒത്തിരി അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ റിസർച്ചുമായി മൊത്തത്തിൽ ജനറലി റിസർച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അനൂപ് സാറ് ചോദിക്കാം. അനൂപ് സാർ. സിസ്റ്ററെ, എൻ്റെ പേര് അനൂപ് എന്നാണ്. ആദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന് വയനാടിനെ കുറിച്ച് പഠിക്കാനൊക്കെ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പഠനത്തിന് സിസ്റ്ററെ ആകർഷിച്ച ഒരു ഘടകം എന്നുള്ളത് കുട്ടികൾ, വ്യത്യസ്ത വിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികളുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളെ മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞതും വളരെ ഒരു നല്ല ഒരു അനുഭവമായിട്ട് തോന്നി. യഥാർത്ഥത്തിൽ റിസർച്ചൊക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ ഒരു ജീവിതാനുഭവങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം അതിനുണ്ടാകുമ്പോഴാണ് അത് ഒരു മഹത്തായ ഒരു സംഭാവന, മാനവരാശിക്ക് തന്നെ ഒരു മഹത്തായ സംഭാവനയായിട്ട് മാറുന്നത്. എങ്കിലും എനിക്ക് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങൾ സിസ്റ്ററുടെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന്, ഈ ക്രിസ്റ്റഫ്, അതായത് വെരിയർ എൽവിൻ മുതൽ ഇങ്ങത്തലക്കില് നന്ദിനി സുന്ദർ വരെ ഇന്ത്യയിലെ ആദിവാസി പ്രശ്നങ്ങളെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ക്രിസ്റ്റഫ് വോൺ ഫ്യൂറർ, ഹേമൻഡോർഫ് എന്നറിയപ്പെടുന്ന ആളുടെ ട്രൈബ്സ് ഓഫ് ഇന്ത്യ ദ സ്ട്രഗിൾ ഫോർ സർവൈവൽ എന്ന് പറഞ്ഞിട്ട് ഓക്സ്ഫോർഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തിൽ പറയുന്നത്, അതായത് ആദിവാസികളുടെ സാമ്പത്തിക അവസ്ഥയുടെ ജീവിതശൈലിയുടെയും പ്രധാനപ്പെട്ട കാരണം എന്നത് യഥാർത്ഥത്തിൽ അവരെക്കാൾ ഭൗതികമായി മുന്നോക്ക നിൽക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി കരുത്തരായ ആളുകളുടെയും ഇടപെടൽ മൂലമാണ് എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. അപ്പോൾ അതിനോടുള്ള സിസ്റ്ററിന്റെ ഒരു നിരീക്ഷണം
ഒന്ന് പങ്കുവച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന്, അതുപോലെ തന്നെ നന്ദിനി സുന്ദർ സെൻട്രൽ ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള പഠനം ഈ അടുത്തൊക്കെ വളരെയധികം എഴുതുന്ന ഒരാളാണ്. അവരും പറയുകയുണ്ടായി, അതായത് ഓർഗനൈസ്ഡ് ക്യാപിറ്റലിസത്തിന്റെ ഒരു അറ്റാക്ക് ആണ് യഥാർത്ഥത്തിൽ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇന്നത്തെ ഒരു അവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. വയനാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ ഓർഗനൈസ്ഡ് ക്യാപിറ്റലിസത്തിന്റെ അറ്റാക്ക് അത് എത്രത്തോളം ഉണ്ട്? അത് ആദ്യത്തെ ഒരു ചോദ്യത്തിൽ ഞാൻ വയനാടിന്റെ സാഹചര്യത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ സെൻട്രൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓൾ ഓവർ ആയിട്ട് പഠിക്കുന്ന പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ വയനാടിനെ കുറിച്ച് മൈക്രോ ലെവൽ, അതായത് മാനന്തവാടി താലൂക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ സിസ്റ്ററിന് തോന്നിയ ഒരു അഭിപ്രായമാണ് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ട് ഉള്ള ഒരു സംഗതി, ഞാൻ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ KN നായർ അഗ്രേറിയൻ ഡിസ്ട്രസ് ആൻഡ് ലിവ്ലിഹുഡ് സ്ട്രാറ്റജീസ് എ സ്റ്റഡി ഇൻ പുൽപ്പള്ളി പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കിംഗ് പേപ്പർ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതില് കണ്ട ഒരു കാര്യം, അതായത് കാട്ടുനായ്ക്ക വിഭാഗത്തില് 100% ഫോറസ്റ്റ് ഡിപ്പെൻഡൻസ് ആണെന്നാണ്. സിസ്റ്ററിന്റെ ഒരു സ്ലൈഡിൽ ഞാൻ കണ്ടത്, അതായത് എനിക്ക് തോന്നുന്ന സെക്സ് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തില്, അതായത് ഈ കാട്ടുനായ്ക്ക പണിയേക്കാളും സ്ലൈറ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ പുൽപ്പള്ളി പഞ്ചായത്തിനെ കുറിച്ച് മാത്രം ഈ KN നായർ പഠിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ അത് എന്തെങ്കിലും വേരിയേഷൻസ്, അതായത് മാനന്തവാടി താലൂക്കില് പണിയരെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണോ കാട്ടുനായ്ക്കർക്കുള്ളത് എന്നും കൂടിയാണ് ചോദ്യം. അങ്ങനെ ഈ 3 കാര്യങ്ങളിൽ സിസ്റ്ററുടെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു. ഒന്നാമത്തെ ഒന്നുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യാവോ സാറേ? ഒന്നാമത്തത് തദ്ദേശീയരായിട്ടുള്ള ആദിവാസി ജനതയെ അപേക്ഷിച്ച് ഭൗതികമായി മുന്നോക്കത്തിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി കരുത്തരായിട്ടുള്ള ആളുകളുടെയും ഇടപെടലുകളാണ് അവരുടെ സാമ്പത്തിക അവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ, അല്ലെങ്കിൽ അവരോട് താരതമ്യപ്പെടുമ്പോഴാണ് അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അവസ്ഥയിൽ അവർ പിന്നോക്കം പോകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ഞാനിപ്പോ എനിക്ക് അതിനോട് പൂർണ്ണമായി യോജിപ്പില്ല. ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തോട് മൈക്രോ ലെവൽ സ്റ്റഡി നടത്തിയിട്ടുള്ള സിസ്റ്ററിന്റെ ഒരു നിരീക്ഷണം അറിഞ്ഞാൽ കൊള്ളാമെന്ന് മാത്രമേ ഞാൻ പറയുന്നു. മാനന്തവാടി താലൂക്കിലെ ഈ വീടുകളിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു മനോഭാവം എന്ന് വെച്ചാല്, ഈ എല്ലാ ഗോത്ര വിഭാഗങ്ങളും അവരുടേതായിട്ടുള്ള സംസ്കാരവും അതുപോലെ തന്നെ ജീവിതശൈലിയും ഭാഷയും അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സമ്പത്താണ് അവരുടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില അവരുടെ ആചാരാനുഷ്ഠാനങ്ങളോടോ പരമ്പരാഗതമായിട്ടുള്ള രീതികളോടോ ജീവിതശൈലികളോടോ താതാത്മ്യപ്പെട്ടു പോകാൻ സാധിച്ചു എന്ന് വരത്തില്ല. അപ്പൊ എപ്പോഴും അവര് രൂഢമൂലമായിട്ടും അവരുടെ ആ സമ്പദ്ഘടനയിലും അതുപോലെ തന്നെ ആ ചില കാഴ്ചപ്പാടുകളിലും നിൽക്കുക എന്നതും നമുക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ പുറത്തുള്ള ആളുകളുടെ അതേ ജീവിത രീതി തന്നെ അവർ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതും ശരിയല്ല, ഒരു ശരിയല്ല എന്നുള്ള രീതിയിലാണ് കാണാൻ സാധിക്കുക. നമ്മുടെ വയനാട് രേഖകളിലൊക്കെ ജോണി സാറ് എഴുതിയിട്ടുള്ള പുസ്തകത്തിലൊക്കെ കാണാൻ സാധിക്കുക, ഇത് രണ്ടിന്റെയും ഇടയിൽ കിടന്നിട്ട് ഉഴറുന്നവരാണ് ആദിവാസി സമൂഹങ്ങൾ എന്നാണ് പറയുക. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റവും അതുപോലെ തന്നെ ഒരു ഇക്കണോമിക് ഏർണിങ്ങും വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ കുറച്ചും കൂടി ഈ ഇവരുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരെ ഒരു വ്യത്യസ്തൊരു വേയിലൂടെ നമുക്ക് നയിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ പല ആശയങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമാണ്. അവരുടെ സാഹിത്യങ്ങള്, അതുപോലെ തന്നെ അവരുടെ ജീവിത ശൈലികള്, അവരുടെ ഐതിഹ്യങ്ങള്, മിത്തുകള്, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകള് ഒരുപാട് വളരെ എന്താ പറയാ മൂല്യമുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഡേണൈസേഷനിലേക്ക് അവരെ കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷെ അവരുടെ ആ കൾച്ചറിൽ നിന്നുകൊണ്ട് തന്നെ ആ ജീവിതശൈലി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയാണ് എങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഒരു LP എത്തുമ്പോഴത്തേക്കും ഡ്രോപ്പ് ഔട്ട്സ് ഒരുപാട് കൂടുന്നുണ്ട്. കാരണം ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് പുതിയൊരു ഭാഷയോട് അവർക്ക് അനുരണപ്പെട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവരുടെ ഒരു ഭാഷാ സംസ്കാരമുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ലിപി അതിനില്ല. ആ ഭാഷാ സംസ്കാരവും അതുപോലെ തന്നെ അവരുടെ സാഹിത്യ രീതികളോടൊക്കെ അനുരൂപപ്പെട്ട് പോകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡ്രോപ്പ് ഔട്ട്സ് കുറെ കൂടി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുക. ഇപ്പോൾ ഗവൺമെന്റ് മെന്റർ ടീച്ചേഴ്സിനെയൊക്കെ കുറെ വെച്ചിട്ടുണ്ട് നമ്മുടെ LP സ്കൂളുകളിൽ. അത് കുറച്ചും കൂടി നല്ല രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് തോന്നുക. ഇപ്പൊ ഞാൻ +2 പഠിപ്പിക്കുക. പക്ഷെ +2 ലെവലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വിഭാഗത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10ഓ 12ഓ, ഇപ്പൊ കുറച്ചും കൂടി അധികം വരുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ഫസ്റ്റ് ഇയറിലുള്ള പിള്ളേർ തന്നെയല്ല, അതിലൊരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള 4ഓ 5ഓ പേരാണ് സെക്കൻഡ് ഇയർ വരുമ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് അവരുടെ കൾച്ചറുമായിട്ട് ഉൾച്ചേർന്ന് പോകുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണ് എങ്കിൽ നമുക്ക് കുറച്ചുകൂടി അവരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുക. നമ്മൾ അടിച്ചേൽപ്പിക്കാതെ ഒരു സപ്പോർട്ടീവായിട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇതായിരുന്നു സാർ ഉദ്ദേശിച്ച ചോദ്യം. മനസ്സിലായി? ചോദ്യം ഇതായിരുന്നോ സാറെ ഉദ്ദേശിച്ചേ, അനൂപ് സാർ? അതെ സിസ്റ്ററെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് പവർഫുൾ പോപ്പുലേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉദാഹരണത്തിന് ഞാൻ മൈഗ്രൻസിന്റെ ഒരു ഇതിനോടുകൂടി പറഞ്ഞതാണ്. അതായത് ഇപ്പൊ മൈഗ്രൻസിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം. അതായത് ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാനൊരു പക്ഷം ചേർന്ന് പിടിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സിസ്റ്ററിന്റെ ഒരു നിരീക്ഷണം എനിക്ക് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത് കുറെ കൂടി ആധിപത്യത്തിലേക്ക് ജോഷി സാർ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തത്, കുടിയേറ്റ സംസ്കാരം ആദിവാസി സമൂഹങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ബുക്കുകളിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യ കാലഘട്ടങ്ങളിൽ ഭൂമി സ്വന്തമായിട്ടും അവര് ഏർലി ഇൻഹാബിറ്റൻസ് ഓഫ് ദി വയനാട് ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ അധിനിവേശം ഉണ്ടായ കുടിയേറ്റ ജനത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള ആ ജീവിത സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ദുർബലപ്പെട്ട് പിന്നോട്ട് മാറേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളത് പുസ്തകങ്ങളിൽ നിന്നുള്ള വായനകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ കുറെ ഏരിയയിലൊക്കെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അവരുടെ ഇപ്പൊ തിരുനെല്ലി ഭാഗത്തൊക്കെ സർവേക്ക് പോകുമ്പോൾ നമുക്കറിയാം, അവര് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടിക്കുളം ഭാഗത്തേക്ക് സർവേക്ക് പോകുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജോലിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ അവരെ ഈ ആൽക്കഹോളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് വേജ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാതെ ആ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ അവര് കമന്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീജനങ്ങൾ ഒത്തിരിയധികം സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ളൊരു അധിനിവേശവും ഒരു ആധിപത്യവും ഒക്കെ ചില ഏരിയയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് തോന്നുക. സാറേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാമോ അനൂപ് സാറേ? രണ്ടാമത്തെ ചോദ്യം നന്ദിനി സുന്ദറിന്റെ ഒരു നിരീക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഈ ഓർഗനൈസ്ഡ് ക്യാപിറ്റലിസത്തിന്റെ അറ്റാക്ക് മൂലം ഈ പറഞ്ഞ സെൻട്രൽ ഇന്ത്യയിലും മറ്റും, ഉദാഹരണത്തിന് അവിടത്തുള്ള ഈ ഖനികളും ഒക്കെ ഉള്ള സംഗതികൾ വെച്ചിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അതായത് പ്രകൃതി സമ്പത്ത് വൻതോതിൽ ചൂഷണം ചെയ്യാൻ വിദേശ കമ്പനികളും അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളും വരുന്നത്. അപ്പോൾ അതുപോലെ അതിന് സമാനമായ എന്തെങ്കിലും സംഗതികൾ വയനാടിന്റെ സാഹചര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കലാപങ്ങളാണോ സാറേ ഉദ്ദേശിക്കുന്നത്? ഈ പഴയ അതല്ല, കലാപങ്ങളല്ല സിസ്റ്ററെ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഓർഗനൈസ്ഡ് ക്യാപിറ്റലിസം, അതായത് നമ്മുടെ ഈ വനവിഭവങ്ങളൊക്കെ വൻതോതിൽ കൊള്ളയടിക്കാൻ വേണ്ടി ഇപ്പൊ സെൻട്രൽ ഇന്ത്യയിലും മറ്റും ഈ ക്യാപിറ്റലിസ്റ്റ് അതായത് ഇടപെടലുകൾ. അപ്പൊ അതുപോലെ അതിന് സമാനമായിട്ട് ഈ പറഞ്ഞ പ്രകൃതി സമ്പത്ത് വൻതോതിൽ കൊള്ളയടിക്കാനുള്ള, ഞാൻ ഉദ്ദേശിച്ച കർഷകരുടെ ലെവലിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും കടന്നുകയറ്റങ്ങൾ ആദിവാസികളെ ഏതെങ്കിലും രീതിയിൽ എലിനേറ്റ് ചെയ്യുകയുണ്ടായോ എന്നുള്ള ഒരു ചോദ്യമാണ്.
അത് ഈ ഭൂവ്യവസ്ഥയിൽ കുറിച്യ കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ അവരുടെ സർവേ നടത്തുമ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഏക്കറുകൾ കയ്യിലുണ്ടായിരുന്ന ആളുകൾ അതെല്ലാം നഷ്ടപ്പെട്ട് വളരെ കുറച്ച് ലാൻഡ് ഓണേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ തറവാടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ മൂപ്പന്മാരൊക്കെ ഷെയർ ചെയ്തതിൽ മനസ്സിലാവും പണ്ട് കാലത്ത് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു, പിൽക്കാലത്തേക്ക് അത് കുറഞ്ഞു അങ്ങനെ പോയി ഭൂരഹിതരായിട്ടും അതുപോലെ തന്നെ വളരെ ചെറിയ ഭൂമി കൈവശമുള്ളവരായിട്ടൊക്കെ അവർ മാറിയിട്ടുണ്ട് എന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല സാർ. പക്ഷെ എനിക്ക് തോന്നുന്നത് സെൻട്രൽ ഇന്ത്യയിലും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഒക്കെയുള്ള ട്രൈബൽസിനെ സംബന്ധിച്ചുള്ള ആ ഒരു നിരീക്ഷണം ഒരുപക്ഷെ അവിടെ നടന്നിട്ടുള്ളതുപോലെ വൈദേശിക ആധിപത്യങ്ങളുടെ കാലം മുതൽ നടന്നിട്ടുള്ള അത്രയും വയനാടിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഒരുപക്ഷെ സാധ്യത കുറവാണ്. നമുക്ക് അങ്ങനത്തെ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ബാക്കി കാണുമല്ലോ അതിന്റെ ഒരു ശേഷിപ്പ് എന്നുള്ളത്. അനൂപ് സാറിന്റെയും പഠന ഏരിയ ഈ മേഖലയാണെന്ന് തോന്നുന്നു അല്ലേ? വയനാടും അടുത്ത മിക്കവാറും അനൂപ് സാറിന്റെ അവതരണത്തിൽ ഇതിന്റെ അല്ല ഞാന് എനിക്കും ഇങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. അതായത് സംഗതി ഇതില് ഒരു മൈക്രോ ലെവൽ സ്റ്റഡി നടത്തി അതുകൊണ്ട് തന്നെ സിസ്റ്ററിന്റെ ഒരു നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ അത് അവതരിപ്പിക്കുക. മറ്റത് നമ്മൾ ജനറലൈസ് ചെയ്ത് പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ അത് തന്നെ വയനാടിന്റെ സാഹചര്യത്തിൽ ശരിയായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നന്ദിനി സുന്ദർ പറഞ്ഞ കേസോ ഒന്നും ശരിയായിക്കൊള്ളണമെന്നില്ല, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ മൂന്നാമത്തെ ചോദ്യം, കുറിച്യ വിഭാഗത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ സർവേക്ക് പോകുമ്പോൾ ഇങ്ങനെ അവരുടെ പഴയ കഥകളൊക്കെ അവർ പറയാറുണ്ട്. വലിയ തറവാടുകളും അതുപോലെ തന്നെ ഒത്തിരിയധികം ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന ജന്മിമാരായിട്ട് ജീവിച്ചിരുന്നവരാണ്. പിന്നീട് കാലഘട്ടങ്ങളിൽ അതങ്ങോട്ട് ക്ഷയിച്ച് അവർ വളരെയധികം കഷ്ടപ്പാടിലേക്ക് പോയി എന്നുള്ള ഒരു ക്ഷയിച്ചു വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു മേജറായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് അനുഭവത്തിൽ കിട്ടിയിട്ടില്ല സാറേ. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി. അതായത് ഞാൻ KN നായരുടെ ഒരു വർക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു, CDSന്റെ ഒരു വർക്കിംഗ് പേപ്പർ. അപ്പൊ അതിനകത്ത് പുൽപ്പള്ളിനെ കുറിച്ച് പഠനം നടത്തിയിൽ അവിടെയുള്ള 100% പേരും ഫോറസ്റ്റ് ഡിപ്പെൻഡൻസ് ആണെന്ന് കേട്ടു. അപ്പൊ ഇതില് മാനന്തവാടി താലൂക്കിന്റെ കാര്യത്തിൽ സിസ്റ്റർ പറഞ്ഞ ചില സ്ലൈഡുകളിൽ പണിയ സമുദായം എന്നുള്ളത് 2ാം സ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചെന്നോ അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ ഒരു കാരണം എന്നുള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ചില പഞ്ചായത്തില് തിരുനെല്ലി പഞ്ചായത്താണ് കോൺക്രീറ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നത്. അവിടെ കുറച്ചു പേര് ഈ പറയുന്ന സർവീസസിലും കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്, കാട്ടുനായ്ക്ക വിഭാഗത്തിലുള്ളവർ. അതുകൊണ്ട് വരുമ്പോഴത്തേക്ക് പക്ഷെ മറ്റു വിഭാഗങ്ങളിൽ തീരെ പുറകോട്ടും വന്നിട്ടുണ്ട് ചില പഞ്ചായത്തുകളിൽ. അപ്പോൾ ഡിപ്പെൻസ് ഓൺ പഞ്ചായത്തുകളെയാണ്. അപ്പം ആ ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ആ രീതിയിൽ കാട്ടുനായ്ക്ക വിഭാഗം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയ ഉണ്ട്. വളരെ കുറച്ചേ അതുള്ളൂ, എങ്കിൽ പോലും മജോറിറ്റിയും ബാക്കാണ്. അതുകൊണ്ടാണ് അത് ഓവറോൾ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി പണിയ കമ്മ്യൂണിറ്റിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുക. അറ്റ് ദ സെയിം ടൈം നമുക്ക് നോക്കുമ്പോൾ പണിയ കമ്മ്യൂണിറ്റി തന്നെയാണ് എല്ലാ തരത്തിലും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുക. കാട്ടുനായ്ക്ക വിഭാഗം 1-2 പഞ്ചായത്തിൽ മാത്രം വളരെ സ്ലൈറ്റ് ആയിട്ട് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഓവറോൾ വരുമ്പോഴത്തേക്കും ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ കാട്ടുനായ്ക്ക വിഭാഗത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സിസ്റ്ററിന്റെ റിസർച്ച് പബ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറയാവുന്നതാണ്. റിസർച്ച് പബ്ലിക്കേഷൻ 6 പേപ്പറുകളാണ് പ്രസന്റ് ചെയ്തിരിക്കുക. ഇൻട്രാ ട്രൈബൽ ഡിസ്പാരിറ്റീസ് ഇൻ കേരള, സദേൺ ഇക്കണോമിസ്റ്റില്. അതുപോലെ തന്നെ ട്രൈബൽ ഡെവലപ്മെന്റ് വയ എഡ്യൂക്കേഷൻ ഇൻ കേരള, then awareness of tribal development programs and socio-economic conditions of Wayanad tribes, then socio-economic status of tribes of Wayanad, then tribes of Wayanad and the backdrop of development programs. Then ആറാമത്തെ പബ്ലിക്കേഷൻ ആയിട്ട് വരിക ഇൻട്രാ ട്രൈബൽ ഡിസ്പാരിറ്റീസ് ഇൻ അസറ്റ് അക്വിസിഷൻ ഇൻ കേരള വയനാട്. ഈ 6 പേപ്പറുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഈ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക്കേഷൻസ് ആണ്. Yes.
മറ്റെന്തെങ്കിലും? അച്ഛാ, ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. Yeah. നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ സൂം മീറ്റിംഗിൽ ഷൈജു സാറുണ്ട്. അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനാണ്. 18 വർഷത്തോളം അവിടെയാണ്. പുൽപ്പള്ളിക്കാരനാണ്. അദ്ദേഹം ഈ ലിങ്ക് അയച്ചു കൊടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഷൈജു സാറെ മോസ്റ്റ് വെൽക്കം. സാർ താങ്ക് യു ഫാദർ. എന്റെ ഒച്ച കേൾക്കാവോ? കേൾക്കാം. കാണാനില്ലല്ലോ, കാണാൻ പറ്റുമെങ്കിൽ സന്തോഷമായിരുന്നു. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ലൈറ്റ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ടായിരിക്കും. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മാറിയിരിക്കാം. ഞാൻ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സിസ്റ്ററിന്റെ പ്രസന്റേഷൻ ശ്രദ്ധിച്ചു. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഒന്ന് രണ്ട് ഡൗട്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കണോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു. ഒരു ചോദ്യം വരുന്നത്, ശരിക്കും സിസ്റ്റർ കമ്പയർ ചെയ്ത 3 കമ്മ്യൂണിറ്റീസിനെയാണ്. ഒന്ന് പണിയര്, രണ്ടാമത്തത് ഈ കുറിച്ചര്, മൂന്നാമത്തെ കുറുമര് അല്ലേ? കാട്ടുനായ്ക്കര്. അപ്പം ഈ കാട്ടുനായ്ക്കരും അതുപോലെ തന്നെ പണിയരും അവർക്കും ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ഇല്ലാത്തവരാണ്. അതേസമയം പല കുറിച്യർക്കും അവർക്ക് ലാൻഡ് ഉള്ളവരാണ്. അപ്പം ഈ 3 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ലോജിക്ക് എന്താ, അതിന്റെ റേഷണൽ എന്താന്ന് സിസ്റ്റർ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതായത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പണിയ കാറ്റഗറിയും അതുപോലെ തന്നെ കുറിച്ച കാറ്റഗറി മജോറിറ്റി വന്നതുകൊണ്ട് അവർ രണ്ടുപേരെ എടുത്തു. പിന്നെ PVTGസിലെ പ്രിമിറ്റീവ് ട്രൈബ്സിലെ കാട്ടുനായ്ക്ക വിഭാഗത്തെ എടുത്തു. ആ ഒരു ലോജിക്കാണ് എടുത്തിരിക്കുന്നത് സാർ. ശരി സിസ്റ്റർ. ഒരു ചോദ്യം കൂടി. ഇപ്പൊ നമ്മള് ഈ അനൂപ് സാറൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ പറഞ്ഞിരിക്കുന്നതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ സമുദായത്തിലുള്ള ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ പറ്റിയുള്ള പെർസെപ്ഷൻ എന്താണ്? അത് ഇപ്പൊ എന്റെ ഒബ്ജക്റ്റീവിന്റെ ബേസിലാണോ സാറേ ചോദിച്ചേ? അല്ല, ഇൻ ജനറൽ. ഇപ്പൊ നമ്മൾ ശരിക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒരു ഇക്കണോമിക് ഇതായിട്ടാണല്ലോ എടുക്കുന്നത്. പല രാജ്യങ്ങളും അവരവരുടെ ഒരു ഇൻഡെക്സ് ഉണ്ടല്ലോ, തയ്യാറാക്കുന്നുണ്ടല്ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ. ഇപ്പം സിസ്റ്ററുടെ സ്റ്റഡിയിൽ ഫോളോ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ആണോ, അത് ഇവരുടെ പെർസെപ്ഷനിൽ നിന്ന് ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണോ തയ്യാറാക്കിയിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻഡെക്സിൽ പ്രധാനമായിട്ടും സോഷ്യോ ഇക്കണോമിക് ആസ്പെക്ട്സ് ആണ് സാറ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സോഷ്യൽ ആസ്പെക്ട്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടൈപ്പ് ഓഫ് ഹൗസ് ഓണർഷിപ്പ്, അവൈലബിലിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് ടോയ്ലറ്റ്സ്, ഡ്രെയിനേജ് ഫെസിലിറ്റി, ആക്സസിബിലിറ്റി ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ പമ്പ്സ്, എനർജി യൂസ്ഡ് ഫോർ ലൈറ്റിംഗ്, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്. പിന്നെ ഇക്കണോമിക് സ്റ്റാറ്റസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുക പൊസിഷൻ ഓഫ് ലാൻഡ്, ഫിസിക്കൽ അസറ്റ്സ്, ദെൻ കൺസ്യൂമർ ഡ്യൂറബിൾസ്. അതിന്റെ കൂടെ ലെവൽ ഓഫ് ഇൻകം അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു സ്കോറിംഗ് കൊടുത്തിട്ടാണ് സാറേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ശരി. അപ്പം സിസ്റ്റർ, ഈ ഞാനൊരു കാര്യം പറയാം. ഈ നന്ദിനി സുന്ദറിന്റെ കാര്യം മറ്റേ അനൂപ് സാർ ഉദ്ദേശിച്ചു. ശരിക്കും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഉള്ള 2 തരത്തിലുള്ള സൊസൈറ്റിയാണ്, സമൂഹത്തിന്റെ സെറ്റിംഗ് ആണ് സിസ്റ്റർ മനസ്സിലാക്കുന്നുണ്ടാവും. നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ പോലെ ഒരു ഓർഗനൈസ്ഡ് ലെവലുള്ള എക്സ്പ്ലോയിറ്റേഷൻ കമ്പനികളല്ല നടത്തുന്നത്. ഇവിടെ ഉത്തരേന്ത്യയിലാണെങ്കിൽ വലിയ വലിയ കോർപ്പറേഷനുകളും കമ്പനികളുമാണ് ഈ മൈനുകൾ, ജാർഖണ്ഡ് അതുപോലെ തന്നെ ഒഡീസ, മധ്യപ്രദേശ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലുള്ള കാര്യങ്ങളിൽ ഈ ഇടപെടുന്നത്. അതേസമയം കേരളം പോലെയുള്ള എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്രാക്ചേർഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ നമ്മുടെ ഇക്കോ സിസ്റ്റത്തെ ബാധിക്കുന്ന തരത്തിലാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ ഒരു ജനവാസമൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇവർ ഈ ഫാക്ടറികൾ അല്ലെങ്കിൽ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാടെന്ന് പറയുന്നത് ജനവാസം കൂടുതലും അതുപോലെ തന്നെ ഇക്കോളജിക്കലി വളരെ ഫ്രജൈലുമാണ്. അപ്പം ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്, ഞാൻ പറഞ്ഞു. പക്ഷെ ഒത്തിരി സന്തോഷം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. അതുപോലെ തന്നെ ഒത്തിരി അഭിമാനം തോന്നുന്നു, വയനാട് പോലെയുള്ള ഒരു ജില്ലയിൽ നിന്ന് ഞാൻ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അനൂപ് സാറിനും അതുപോലെ തന്നെ ഈ ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. വരുന്ന സെഷൻസ് സാറിനെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അനൂപ് സാർ വഴി. താങ്ക് യു സാർ. താങ്ക് യു ഫാദർ. മറ്റാർക്കെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സമയം ഏതാണ്ട് 10 മിനിറ്റ് മുമ്പോട്ട് പോയിരിക്കുന്നു.
എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ഒന്നുമില്ലല്ലോ അല്ലെ, ആർക്കൊന്നുമില്ല, ഉണ്ടെങ്കിൽ സംസാരിക്കാം, ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അനൂപ് സാറ് പറഞ്ഞ കാര്യം ഞാനും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ എറണാകുളത്തു നിന്നാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വയനാട് ഈ ഭാഗത്തൊക്കെ ഉള്ള ആളാണെന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് വന്നു. പിന്നെ മാത്രമല്ല, റിസർച്ചിന് അനൂപ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേരകമായ കാര്യങ്ങളും അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജീവിതബന്ധിയായ ഒരു ഗവേഷണം അത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് സിസ്റ്ററിന്റെ പ്രസന്റേഷൻ നടത്തി. 20 മിനിറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് സിസ്റ്റർ ഓടിച്ചു വിട്ടാണ് അത് തീർത്തത്. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്, കൃത്യമായിട്ട് ആ പഠനത്തെ, ഗവേഷണത്തെ അവതരിപ്പിക്കാൻ, കൈയടക്കത്തോടു കൂടി അവതരിപ്പിക്കാനായിട്ട് സിസ്റ്ററിന് സാധിച്ചു. എല്ലാവരുടെയും പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. സിസ്റ്റർ സമയം മാറ്റിവെച്ച് ഫെഡാർ ഫൗണ്ടേഷന്റെ ഈ റിസർച്ച് ഹബ്ബ് പ്ലാറ്റ്ഫോമിന് വേണ്ടി തന്റെ പ്രബന്ധവും ഗവേഷണ അനുഭവങ്ങളും പങ്കുവച്ചതിന് ഇന്ന് പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും ഫെഡാർ ഫൗണ്ടേഷന്റെ പേരിലും വളരെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെ വരിക, ചർച്ച ചെയ്യുക, ഗവേഷണ അനുഭവങ്ങൾ കേൾക്കുക. തീർച്ചയായും ഗവേഷണങ്ങളുടെ മുമ്പോട്ടുള്ള ഗതിവിഗതികൾ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള വിവിധ വിഷയങ്ങളെ കേട്ടുകൊണ്ടും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും സംസാരിച്ചുകൊണ്ടും അഭിപ്രായം പറയുന്നവരെ പോലും കേട്ടുകൊണ്ടും ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. വീണ്ടും 2 ആഴ്ചകൾക്ക് ശേഷം കാണും. നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതിന്റെ വിവരങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഇതുപോലെ നല്ല ഗവേഷകരെ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താം. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം. നിങ്ങൾക്കും സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ശുഭരാത്രി നേരുന്നു. താങ്ക് യു.